ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനെന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് മനസ്സിലായത്? ഇതൊരു സദ്യപ്പരിപ്പാണ്. ഇത് പലരും പലതരത്തിലുണ്ടാക്കും. അതായത് ചെറുപയർ പരിപ്പ് വെച്ചുണ്ടാക്കും, പിന്നെ പീസ് പരിപ്പ് വെച്ചുണ്ടാക്കും, പിന്നെ തേങ്ങ അരച്ചിടും പരിപ്പിൽ. അങ്ങനെ പലതരത്തിലുണ്ടാക്കും പരിപ്പ്. സദ്യപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്ന് എങ്ങനെയാണ് ചെയ്തേക്കണമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പരിപ്പുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളക്കുമ്പോൾ വേവും, പെട്ടെന്ന് വേവും. നമ്മുടെ തോരപ്പരിപ്പ് എന്ന് പറയും, തോരപ്പരിപ്പ്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നെയ്യ്, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ് നമ്മൾ കഴുകി കുക്കറിലിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഓണിയൻ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നോക്കിയിട്ടിട്ടാലും മതി, ഒറ്റടിക്ക് ഇടണമെന്നില്ല. ഇനി വെള്ളം ഒഴിക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇതൊരു 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വരുമ്പോൾ, 1 വിസിൽ വന്നാലും വേഗം, പക്ഷേ 2 വിസിൽ വരട്ടെ. നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഒരു 2 വിസിൽ വന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കട്ടെ. നമുക്ക് ഒന്ന് ആവി പോയി കഴിഞ്ഞിട്ട് തുറക്കാം. നമുക്ക് കുക്കർ തുറക്കാം. ക്യാമറയിലൊക്കെ ആവി അടിക്കും ഇല്ല. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു തവി എടുത്തിട്ട് ഇതൊന്ന് ഉടക്കണം. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഒക്കെ ഇതിലേക്ക് ഉടച്ച് ചേർക്കണം നന്നായിട്ട്. ഇതിലൊന്നും കാണരുത്. നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ പരിപ്പ് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്ന് ഇളക്കി സെറ്റാക്കാം. അല്ലെങ്കിൽ കുറച്ച് കുറേ കഴിയുമ്പോൾ കട്ടായി. ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. നമ്മുടെ പരിപ്പിൻ്റെ ലൂസ് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ വേറൊരു പാൻ വയ്ക്കുകയാണേ. ഗ്യാസിലേക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഗ്യാസ് കൊണ്ടുവരും. അതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കാറുണ്ട്. പരിപ്പ് നെയ്യും പരിപ്പും ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ
പരിപ്പ് നെയ്യ് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഒഴിക്കാം, കൂട്ടിയും കുറച്ച്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് മുരിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇടാം. എന്നിട്ട് പരിപ്പ് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പരിപ്പ് ഇതിൽ നെയ്യിലിട്ടൊന്ന് വരട്ടാം. അതാണ് ചെയ്യാൻ. അധികം ചൂടായാലേ വേപ്പിലത്ത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് തന്നെ ഇട്ടത്. വേപ്പില മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ വേപ്പിലൊക്കെ തെറിക്കാൻ തുടങ്ങി, വെള്ളം തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയത്. ഇങ്ങനെ വരട്ടണം എന്താണെന്ന് വെച്ചാൽ സാധാരണ സദ്യക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പരിപ്പ് സദ്യ കഴിഞ്ഞ് പരിപ്പ് കുറച്ച് എടുക്കാമെന്ന് വയ്ക്കുമ്പോൾ അത് വളിച്ചു പോയിട്ടുണ്ടാവും, കേടായി പോയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്താൽ പരിപ്പ് അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ. കുറേ സമയമല്ല, വൈകുന്നേരം രാത്രി. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്താലും രാവിലെ ചെയ്താലും വൈകുന്നേരം വരെ കേടാകാതിരിക്കും. കോരിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് വരട്ടിയാൽ നന്നായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നെയ്യിൽ പരിപ്പ് ഇങ്ങനെ കിടന്ന് വരണ്ട് വരുമ്പോൾ നല്ല സ്മെല്ലാണ്. കുറച്ച് ലൂസിലെടുത്തോ, ഇത്തിരി കൂടെ ലൂസായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വിളമ്പാൻ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കട്ട പോലെ ആയിപ്പോൾ. ഒരുവിധം ചൂടാറി വരുമ്പോൾ ഇതിൽ ഇത്തിരി കൂടെ കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ചൂടാറി വരുമ്പോൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി ലൂസാക്കി എടുക്കണം. ഓക്കെ, ഇതിൽ ഈ സമയത്ത് നമുക്ക് പച്ചമുളക് പച്ചക്ക് ഇടണമെങ്കിൽ ഇടാം. പച്ചക്ക് ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വാടി, മറ്റേ ആദ്യം ഇട്ട പച്ചമുളകൊക്കെ അതിൽ വെന്ത് പോയി. ഇനി പച്ചമുളകായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതും പച്ചമുളക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പരിപ്പ് നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് ഓഫ് ചെയ്യാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുത്തോട്ടോ. ഞാൻ ഓഫ് ചെയ്യണം. ഓക്കെ, ഞാനിത് ഇറക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാനേ. ഇതാ എൻ്റെ പരിപ്പ് കറി റെഡിയായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യണമെന്ന് എനിക്കറിയാം. ഓരോ വീട്ടിലും ശരിക്കും പറഞ്ഞാൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഓരോ വീട്ടിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും കുക്ക് ചെയ്യുന്നതിൽ. അപ്പോൾ നിങ്ങൾ ഈ തിരുവോണത്തിന് സദ്യക്ക് ഈ പരിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.